ഹായ് ഗായ്സ്, അഖിൽ ബ്രോ എന്ന് വിളിച്ച ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി 4 ദിവസം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. നമ്മളിന്ന് ബുധനാഴ്ച രാവിലെ 7 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 7 മത്സരാർത്ഥികളാണ്. ഈ 7 പേരിൽ നിന്ന് ചിലപ്പോൾ 1-2 മത്സരാർത്ഥികൾ മിഡ് വീക്ക് എവിക്ഷനിൽ പുറത്തു പോയവരിക്കും. അതെന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണോ അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിൽ കയറുന്നതിന് വോട്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ആ വോട്ട് ആ മത്സരാർത്ഥിയിൽ ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണെന്ന് വോട്ട് ചെയ്തെന്നും കൂടെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പരിമണിക്കുള്ള കൃത്യമായിട്ടുള്ള വോട്ടിംഗ് വിവരങ്ങൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് രാവിലെ 7 മണിയുടെ വോട്ടിംഗ് റിസൾട്ടിൽ 1-ാം പൊസിഷൻ അനീഷ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അനുമോളുടെ കയ്യിൽ നിന്നാണ് അനീഷ് തിരിച്ചു പിടിച്ചിരിക്കുന്നത്. വമ്പിച്ചൊരു അട്ടിമറിയാണ് അനീഷൻ ഭാഗത്തുണ്ടായിരിക്കുന്നത്. തനിക്ക് ജേതാവാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലുള്ള ഒരു വോട്ടിംഗ് പ്രകടനമായി മുന്നേറുകയാണ്. 42,320 വോട്ട് നേടി 1-ാം പൊസിഷനിൽ സുരക്ഷിതമായി തുടരുകയാണ്. 2-ാം പൊസിഷനിൽ അനുമോളാണുള്ളത്. അനുമോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കാലിടറി പിന്നിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ 1-ാം പൊസിഷൻ കൈയടക്കി വെച്ചിരുന്ന ഒരു മത്സരാർത്ഥിയായിരുന്നു. എന്നാൽ അനീഷിൻ്റെ മുമ്പിൽ തൻ്റെ 1-ാം പൊസിഷൻ അടിയറവ് പറഞ്ഞ് 2-ാം പൊസിഷനിലേക്ക് വന്ന് വീഴേണ്ടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ 42,067 വോട്ട് നേടി 2-ാം പൊസിഷനിലാണുള്ളത്. ഏത് നിമിഷം വേണമെങ്കിലും ഈ പൊസിഷൻ മറിയാം. 3-ാം പൊസിഷനിൽ ഷാനവാസ് ആണുള്ളത്. ഷാനവാസ് നേരത്തെ നൂറയുടെ തൊട്ട് പിന്നിലായിരുന്നു. എന്നാൽ നൂറയെ അട്ടിമറിച്ചുകൊണ്ട് വീണ്ടും തൻ്റെ 3-ാം പൊസിഷൻ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 30,100 വോട്ട് നേടി 3-ാം പൊസിഷനാണുള്ളത്. 4-ാം പൊസിഷനിൽ നൂറയാണുള്ളത്. നൂറ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ പിന്തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 30,089 വോട്ട് മാത്രം നേടി 4-ാം പൊസിഷനാണ് നിലകൊള്ളുന്നത്. 5-ാം പൊസിഷനിലേക്ക് നെവിൻ കയറി വന്നിരിക്കുകയാണ്. അട്ടിമറി മുന്നേറ്റം എന്ന് തന്നെ പറയാം. അക്ബറിനെ അട്ടിമറിച്ചുകൊണ്ടാണ് നെവിൻ വീണ്ടും 5-ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമാണ് നെവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 24,780 വോട്ട് നേടി 5-ാം പൊസിഷനാണുള്ളത്. 6-ാം പൊസിഷനിലേക്ക് അക്ബർ വീണുപോയിരിക്കുകയാണ്. അക്ബറിന് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് രാവിലെ തന്നെ വോട്ടിങ്ങിൽ ഇടിവ് സംഭവിച്ച് പിന്നിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 24,500 വോട്ട് നേടി 6-ാം പൊസിഷനാണുള്ളത്. 7-ാം പൊസിഷനിൽ ആദിൽ തന്നെയാണ് തുടരുന്നത്. ഇത്തവണത്തെ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെങ്കിൽ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ആദില. പക്ഷേ ഇനിയിപ്പോൾ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാകാൻ വളരെ ചാൻസ് കുറവാണ്. എന്നിരുന്നാൽ കൂടെ ഇപ്പോൾ 15,250 വോട്ട് നേടി 7-ാം പൊസിഷൻ എന്ന ഡേഞ്ചർ സോണിലാണ്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.